ഹലോ, എന്തുവാ JCB ഒക്കെ എടുത്ത് പരിപാടി? ഞാൻ വിളിച്ച എന്റെ അടുത്തൊക്കെ പറഞ്ഞ വിളിച്ചെടുത്ത് വരുന്ന അനുസരണേ. ഇതൊക്കെ ഡ്രസ് ചെയ്തിട്ട് ഇത് നല്ല വലുതോ കുറച്ചാൾ കഴിഞ്ഞു വിടാം. നല്ല ചേരും അത് ഇടുമ്പോ. വണ്ടി ഇപ്പൊ ഇഷ്ടം കേട്ടോ, ഭയങ്കര. ഞാനൊരു സൂപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ സൂപ്പർ എന്ത് സൂപ്പർ റൂമിലാണോ? ഇത് ഞാൻ വാങ്ങിച്ചതാണ്, ഞാൻ കാറ് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ അതങ്ങ് അമ്പൂട്ടിന് അയച്ചു കൊടുത്തു. ഇന്നലെയാണ് ഷോയ്ക്ക് വേണ്ടി മറ്റേ സാധനം കൊണ്ടായിരുന്നു. ഭയങ്കര വെയിറ്റ് എങ്ങനെയാന്നറിയാം, എന്റെ ഡോർ തുറക്കണം. കണ്ട അടിപൊളിയല്ലേ? നൈസ് അല്ലേ ഗൈസ്? അച്ഛൻ ഇത് എന്തോ കാണിച്ചിന്റെ അമ്പോ. തുപ്പടയും കളിച്ചു അടുത്ത താഴെ ഇരിക്കും. നീ ടൈഗർ പ്രോൺസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, കണ്ടിട്ടുണ്ട്. നമ്മള് കുറച്ച് ടൈഗർ പ്രോൺസ് കിട്ടി കേട്ടോ. നല്ല ജമ്മട്ട സാധനം. ഇതിന്റെ കിലോ എത്രയാണെന്ന് അറിയാമോ? റേറ്റ് എനിക്കറിഞ്ഞൂടെ. കുഞ്ചിന് ചെറുതിനെ റേറ്റാ. പെർ kg 1300 ഒരു കിലോ. എല്ലാം കഴിച്ചു നോക്കണം അല്ലേ? അതെ. ഈ സാധനം ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല ഗൈസ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ ഇത് വെച്ച് നമ്മളൊന്ന് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അമ്പോ ടൈഗർ പ്രോൺസ് നിനക്ക് വേണോ? ടൈഗർ പ്രോൺസ് JCB ഇതിനൊക്കെ ആ കാറ് കളഞ്ഞിട്ട് JCB എടുത്തത് ആണല്ലേ? അപ്പൊ ഗൈസ് നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഞാൻ തന്നെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ പോരെ റോസ്റ്റിന്? റോസ്റ്റ് നമ്മൾ ചട്ടിക്കകത്ത് വെക്കാൻ വേണ്ടി പോട്ടോ. അത് നമ്മൾ ബട്ടർഫ്ലൈ കട്ട് ചെയ്യണം ആദ്യം. ടൈഗർ പ്രോൺസ് അറിയത്തില്ല, ശ്രമിക്കാം. അതെ, ഇത് ബ്ലാക്ക് ടൈഗർ പ്രോൺസ് ആട്ടോ. ഇതിന് തന്നെ വൈറ്റും ഉണ്ട്, പക്ഷെ ഇത് ബ്ലാക്ക് കളർ അല്ലല്ലേ. പക്ഷെ ബ്ലാക്ക് ടൈഗർ പ്രോൺസ് എന്ന് അവിടെ അന്ന് എഴുതിയിരുന്നത്. എങ്ങനായാലും ദൈവമാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നത്. അല്ല, ഇത് കൊച്ചിന്റെ ചെറിയ കൊഞ്ചിന്റെ തന്ത, മുതുതന്ത. ഇതാന്ന് തോന്നുന്നുള്ള ഏറ്റവും വലുത്. അതാണോ? ഇവിടെ പാർവതി വിഭാഗത്തിലൊക്കെ പെടും അല്ലേ? ഓടി ഇത് വെള്ളത്തിലേ പാറാലി കരയിലേ. ഈ ഒരു മൊണ്ണയാണല്ലോ ഓടി മൊണ്ണ. അങ്ങനെ ഉണ്ടോ? അതൊക്കെ റെപ്റ്റൈൽസ് ആ ഒരു വിഭാഗത്തിൽ പെടും. ഇനി സുവോളജി ക്ലാസ് തുടങ്ങും. വേണ്ട, കുക്കിംഗ് തുടങ്ങാം. ഞങ്ങള് വീലുരുട്ടെ തുടങ്ങാം. ഹലോ ഗൈസ് പറ, ഒരു ഹലോ ഗൈസ് പറ. ശരി വന്നെങ്കിൽ കുഞ്ഞടങ്ങി ഇരുന്ന് കളിച്ചോണ്ടിരിക്കും. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. അമ്പു ഹലോ ഗൈസ്. അമ്പുട്ടിന് സുഖാണോ? അമ്പുട്ട് ആപ്പിള് തിന്നോ? എന്തെങ്കിലും സംസാരിക്കണം അങ്ങോട്ട്. ഇതിലെ ബട്ടർഫ്ലൈ കട്ടാണ് കട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇതിന്റെ ഒരു നടുക്കത്തെ ഒരു സാധനം ഉണ്ട്. ഞാൻ ഇന്നേ വരെ കൊഞ്ച് നീ ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ? കൊഞ്ച് ചെറുത് വലുതും ചെറുതും അകത്തുള്ള സാധനം സെയിം ആയിരിക്കുമല്ലോ. ഇതിന്റെ ഈ ഒരു വെയിൻ ഉണ്ട്, അത് പോയ ഫുഡ് പോയിസൺ ആവുമെന്ന് പറയുന്നത്. അതുപോലെ കൊഞ്ച് ഒരുപാട് പേർക്ക് അലർജിയാണ് അല്ലേ? കൊഞ്ചും ലെമണും ലൈമും കൂടെ കുടിച്ച ഒരാൾ മരിച്ചു വരെ പോയിട്ടുണ്ട്. ആ രണ്ട് കോമ്പോ നല്ലതല്ല. അങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ട്. എന്നാലും ഒരുപാട് പേർക്ക് ഈ സാധനം അലർജിയാണ്. കുറേ പേർക്ക് അലർജിയാണ്. ഇതിന്റെ ഈ കാലുകളൊക്കെ കണ്ടിച്ചു കളയണം. കത്രിക നമ്മളെ കുറച്ച് തുരുമ്പിച്ചു തുടങ്ങി കേട്ടോ. ആണല്ലേ? കത്രിക മാറ്റാൻ സമയമായി. വീട് വാങ്ങിച്ച കത്രിക പക്ഷെ മുറിയുന്നുണ്ട്. തുരുമ്പിച്ചു പോയെന്ന് പറഞ്ഞാൽ നേരത്തെ കാലിനൊക്കെയില്ല. അതൊന്ന് രാവിയാ മതി. അതിന്റെ തലയുടെ ഇവിടെയുള്ള എല്ലാ കാലുകളെല്ലാം കട്ട് ചെയ്യണം ആദ്യം. വിളിക്കല്ലേ, ഇങ്ങോട്ട് വരും. അണ്ണാ എന്നാ സുഖമാ? അണ്ണാ സൗഖ്യമാ? ഉനക്ക് സൗഖ്യമാ? ഏതാവത് പേസ് വന്ന് നീ അങ്ങ വണ്ടി ഉരുട്ടി നടക്കാതെടാ. കട്ട് ചെയ്യട്ടെ? നമ്മള് ഈ ഭാഗമല്ല, ഇതാണ് കട്ട് ചെയ്യുന്നത്. ഇതും വേണമെങ്കിൽ ഞാൻ ഒരു വട്ടം കട്ട് ചെയ്ത് കാണിച്ചു തരാം. രണ്ടും കട്ട് ചെയ്യാം. എന്നിട്ട് എളുപ്പം ഏതാണോ അത് നമുക്ക് ബാക്കി കട്ട് ചെയ്യാം. സുവോളജി ചെയ്തിട്ടുണ്ട്. ചെറിയ കൊഞ്ചിനെ ഇത് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്? പിന്നെ കൊഞ്ചിന്റെ നടുക്ക് കീറി നീ പറഞ്ഞാൽ ആ സാധനം എടുക്കണം. ഇത് വെയിനില്ലാത്ത കൊഞ്ചായിരുന്നു അടി. നിന്റെ വെയിൻ എവിടെ? ഞാൻ കാര്യം നിന്നോട് ചോദിക്കട്ടെ, സത്യം പറയണം, നിനക്കതൊക്കെ ഉണ്ടാക്കാൻ അറിയോടെ? അതായിട്ടാ ഞാനും അന്വേഷിക്കുന്നത്. വെയിൻ കാണുന്നില്ല ഗൈസ്. സാധാരണ ഈ ഭാഗത്താണ് വെയിൻ കാണേണ്ടത്. ഗൈസ് ഇവിടെ ദേ ഒരുത്തി ക്ലീൻ ചെയ്ത് പഠിച്ച 2 പ്രോൺസ് ആണ് കേട്ടോ. ആദ്യത്തെയാണ് കറക്റ്റ് ആയത്. അപ്പൊ ഷെല്ലിന്റെ ഭാഗം വേണം ബട്ടർഫ്ലൈ കട്ടിന് ചെയ്യാൻ വേണ്ടി.
പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഐസ് ഇട്ട് വെച്ചിരുന്ന വെച്ചാ പെട്ടെന്ന് ഇങ്ങനെ ഈ ബളുബിളത്തെ ഒന്ന് ഉറക്കും. ഐസ് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇച്ചിരി ഒന്ന് ഉറക്കും. എന്തുവാടാ ഇവിടെ കുഴപ്പം? ആർക്കാണ് ഇവിടെ കുരുത്തക്കേട്? ആരുടെ ഇവിടെ കുരുത്തക്കേട്? നാളെ വരുന്നോ? നിന്റെ പെണ്ണാണോ വന്നിരിക്കുന്നത് ഇവിടെ ആരെങ്കിലും? ഇങ്ങോട്ട് നോക്കടാ, മുഖത്തോട്ട് നോക്കടാ. ഇതാണ് ബട്ടർഫ്ലൈ കട്ട് സെറ്റ്. ഇതിലെ അങ്ങനെ പ്രോ ആയിരിക്കുന്നു. 1-2 പാളി, 3-4 തൊട്ട് ശരിയായി. ഇങ്ങനെയല്ലേ കറക്റ്റ്? നല്ലൊരു ഇരുമ്പ്, നല്ല മുറിയിൽ ഇരുമ്പോടുണ്ടെങ്കിൽ സെറ്റാണ്. അമ്മ നിങ്ങള് കേട്ടിട്ടില്ലല്ലോ അമ്മാന്ന് വിളിക്കുന്നേ? അമ്മ ഇപ്പൊ അമ്മാന്ന് വിളിച്ച്. അമ്മാന്ന് എപ്പോഴും വിളിക്കൂല. അവന് ആവശ്യമുണ്ടെങ്കിൽ അച്ഛാന്ന് 24 മണിക്കൂറും വിളിക്കും. അമ്മ എടാ അവിടെ ഒന്നും ഇല്ലടാ അച്ഛന്, പിന്നെ അവിടെ തപ്പുന്ന. മെയിൻ ഡിപ്പാർട്ട്മെന്റ് മൃദുലയാണ് സുഹൃത്തുക്കളെ, ഞാൻ ചിക്കൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്മെല്ല് ഈ വക കക്ക, കൊഞ്ച്, കണവയ്ക്ക് സ്മെല്ലുണ്ടോന്ന് പിന്നെ അറിയത്തില്ല. പക്ഷെ ഈ 2 സാധനങ്ങൾക്കൊക്കെ ഭയങ്കര സ്മെല്ലാ. അത് അന്നേരം ക്ലീൻ മാറും. ഞാൻ ഇത്ര അതിന്റെ മുള്ളാണോ തോന്നുന്നു പൊത്തത്. ഞാൻ എല്ലാം കൊണ്ട് കളഞ്ഞു. സക്സസ്ഫുള്ളായി നമ്മൾ കൊഞ്ചു തുടങ്ങാൻ പോകുന്നു. ഏട്ടാ ഇന്ന് വഴക്ക് പറ, അപ്പോഴത്തേക്ക് ചട്ടി ചൂടാവട്ടെ. അല്ല അവന്റെ റിയാക്ഷൻ കാണിക്കാനാ. കുഴപ്പം അങ്ങനെ കളിച്ചൂടെന്നാണ് പറയുന്നത്. നിന്നെ വഴക്കുറയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്? ഇനി നീ എന്നെ ഒന്ന് അടിച്ചേ. ചില സമയം കയ്യിലെടുത്ത് വെച്ചാലോ. ചോറിനോ? അതിനാണ് കര ചോറിന് ഞാൻ ഫുഡ് കൊടുത്തേനുള്ള കൊഞ്ചുണ്ട്. നമുക്ക് കൊഞ്ച് തിന്നാം. ഞാൻ അടിച്ചാ 2 എണ്ണം അമ്മയ്ക്ക്, 2 എണ്ണം അച്ഛന്, 1 എണ്ണം അമ്മൂട്ടന്. നമ്മള് തിന്നു വയറ് വീട്ടിൽ കിടന്ന് ഇവിടെ തൊട്ടു കേട്ട കാര്യമില്ലല്ലോ. ഇവിടെ തൊട്ടോ തൊടേട്ടാ എന്റെ മോളി വന്ന് നിന്റെ മോൻ വന്ന് കുറച്ച് വെളിച്ചെണ്ണ വെറുതെ വെട്ട് കേട്ടോ. ഇത് ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് അല്ല അരിഞ്ഞത്, അപ്പൊ അതൊന്നും ഇച്ചിരി മൂക്കട്ടെ. അതാണല്ലോ അതിന്റെ സ്മെല്ലല്ലേ ആദ്യം മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ വെളുത്തുള്ളി ഇഞ്ചിയും ഇടട്ടെ. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇടാം, ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഗൈസ് ഈ കുക്ക് ചെയ്യുമ്പോ ഇവിടെ ഒരു കൈ കൊടുക്കണോന്ന് അത് നിയമമാണ് എല്ലാ പെണ്ണുങ്ങൾക്കും. ഒരു കുക്ക് ചെയ്യുമ്പോ മാത്രല്ല എന്ത് ജോലി ചെയ്താലും ഒരു താങ്ങ്, കൈക്ക് ഒരു താങ്ങ്. എല്ലാവരും അങ്ങനെ ഒരു താങ്ങ് ഏട്ടനും കൊടുക്കാറുണ്ട്. ഞങ്ങള് ഗേൾസ് മാത്രല്ല ബോയ്സും കൊടുക്കാറുണ്ട്. അടിപൊളി മണം വന്നിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയുടെ. അപ്പൊ മൂത്ത് നെക്സ്റ്റ് സവാളയും കൊച്ചുള്ളിയും. ഞാൻ ഒരു 5-6 ഇത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൊച്ചുള്ളി ഇടാം, സവാളയും കൂടി ഇടാം. സവാള ഇട്ട് കഴിഞ്ഞപ്പോ ഒരു കുരുത്തക്കെട്ടോ അവിടെ വന്നിട്ടുണ്ട്. അത് വാശിയാട്ടോ, അത് വാശിയാ. എടുക്കൂല പിന്നെ അങ്ങ് പിള്ളേർക്ക് അത്ര വാശ പാടില്ല. അവിടെ നിന്ന് കാര കണ്ട നിക്കുന്നിടത്ത് നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് വരാൻ വയ്യ. നോയിക്കുന്നുണ്ട്. മൃദുല കുക്ക് ചെയ്യുമ്പം, മൃദുല തൂക്കുമ്പം എല്ലാം കാണണം. എവളൊക്കെ തിരിക്കണം. എന്തോ ആ സമയത്ത് എവള് ജോലി ചെയ്യുന്ന സമയത്ത് അവന്റെ ഒക്കത്തൊന്നും ഇറങ്ങത്തില്ല മൃദുലടാ. അവനെല്ലാം കാണണം. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു നിന്നെ പറ്റിയാ പറഞ്ഞ കുറ്റം. അവൻ അപ്പ അവന് കാണണം. അന്നേരം ഏട്ടൻ എടുത്താലൊന്നും ഏട്ടന്റെ പോകത്തില്ല, ഞാൻ തന്നെ എടുക്കണം. അതൊക്കെ ഒന്ന് കാണണം, ഇതൊക്കെ ഒരു രസമില്ലേ അവന്.
വണ്ടി അടുത്ത മറ്റേ തുപ്പല് തെറിപ്പിച്ചതിന് ശേഷം അടുത്ത വണ്ടി ഓടിക്കുന്നു. ഡ്രാക്കി. ഞങ്ങൾക്കെല്ലാം വശമുണ്ട്, എല്ലാത്തിലും ഞങ്ങൾക്ക് വശമുണ്ട്. അതെ, അത് ഡ്രർ കരിയുന്ന കേട്ടോ. ഞാൻ അതിലായിപ്പോയി കേട്ടോ. തക്കാളി ആൻഡ് പച്ചമുളക് ഇടട്ടെ. മനുഷ്യനോട് ചെവിന്തരം കേക്കണ്ട. സത്യം പറഞ്ഞാലേ പിള്ളേരെ ഇങ്ങനെ കയ്യിൽ വെച്ച് കുക്ക് ചെയ്യുന്നത് സേഫ് അല്ല. പക്ഷെ ഇവിടെ വേറെ നിവർത്തിയില്ല. തുപ്പലൊലിക്കുന്നു. മൊത്തം തുപ്പല്. എന്താ വേണം? ഇത് നല്ലോണം ആയല്ലേ? ഇനി നമുക്ക് പൊടിയിടാം. കുരുമുളക് പൊടി മതിയോന്ന് പറയണേ. മഞ്ഞപ്പൊടി ഗൈസ്, മുളക് പൊടി. നമ്മൾ വീട്ടിൽ സത്യത്തിൽ മല്ലിപ്പൊടി യൂസ് ചെയ്യാറ് സത്യം കേട്ടോ. പക്ഷെ മല്ലിപ്പൊടി ഇടണം. മതിയോ? തവി ചൂടായി കിടന്ന് ഇപ്പോഴാണ് ആ കളർ അങ്ങോട്ട് മാറിയത് ഗൈസ്. നല്ലോണം ഇതാവട്ടെ, എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ നല്ല റോസ്റ്റ് ആവട്ടെ. ആ സമയത്ത് വെള്ളം ഒന്ന് ചൂടെങ്കിലും ആക്കാൻ നോക്കാം. നേരത്തെ വെക്കണ്ടായിരുന്നു. ചൂട് വെള്ളം ഗൈസ്. മതിയല്ലോ വെള്ളം? മതി. ഇവിടെ അതെ തേങ്ങാപ്പാൽ പിഴിയുവാണ്. തേങ്ങാപ്പാൽ സാധനം തിളച്ചാണ് കേട്ടോ. ഗസ്റ്റ് തുറക്കുവാണേ. നടുക്ക് കണ്ടോ ആ മുളവിന്റെ അതുപോലെ ഗൈസ് നല്ല മണമുണ്ട്. എന്നിട്ട് എന്താ ഈ കറി കോരിയതിന്റെ മുകളിൽ ഒഴിച്ചാൽ അയ്യോ തേങ്ങാപ്പാൽ അടിപൊളി കളർ സെറ്റ് ഗൈസ്. വലിയ ചട്ടി എടുക്കേണ്ടതായിരുന്നു കേട്ടോ. ഇത് 3 എണ്ണേ കൊള്ളു കേട്ടോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ അഡ്ജസ്റ്റ് വലിയ ചട്ടി ഉണ്ടായിരുന്നു, അഹങ്കാരമായിരുന്നു. ഇതിപ്പോ അവര് ഇറുകിപ്പോയി കേട്ടോ അല്ലേ? ശ്വാസം മുട്ടുന്നു. ഇത് പിന്നെ ഇപ്പൊ വേഗം വെച്ചൊരു ചുരുങ്ങും. ഇത് അതല്ല, ഇത് ഒരുപാട് വേവിക്കും ചെയ്യല്ലേ, ഹാർഡായി പോകും. ഇവളൊക്കെ ഈ ക്ലീൻ അപ്പം ക്ലീൻ ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങനല്ല കേട്ടോ, എനിക്ക് ഇങ്ങനെ നാശമാക്കി ഇടണം. ഇവള് അപ്പം കഴുകി വെക്കും. അതെ, കറി കോരി എടുക്കാനുള്ള സ്പേസ് ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതങ്ങോട്ട് എടുക്കാം. ചൂടാണ് കേട്ടോ. ഓ, യു ആർ ദ പെർഫെക്റ്റ് കുക്ക് ഓഫ് ദ ഇന്ത്യ. കാണാൻ രസമുണ്ട് കേട്ടോ സാറേ. ഇത് മുങ്ങിക്കോളൂ കേട്ടോ. ഇളക്കണ്ട ഒരുപാട്, ഇളക്കണ്ട ആവശ്യമില്ല. അതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അത് മുങ്ങും. അടുത്തത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. കളർ മാറിയതുണ്ട്. ണ്ടോ ഇവിടെ പിടിച്ച് ഇവിടെ എന്തുവാ കലാപരിപാടികൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ഒന്ന് അടുക്കളയിൽ നിന്ന് മാറിയപ്പോൾ പൂ വിരിഞ്ഞു. ഇതെന്തോ മരമോ ഇല വിരിഞ്ഞു ഇവിടെ പ്ലേസ് ചെയ്തു. അടിപൊളി സെറ്റ് ഗൈസ്. ഇങ്ങനെയല്ലേ റിസോർട്ടിലൊക്കെ കൂടിയ ഡിഷ് ഇങ്ങനെയൊക്കെ സംഭവം നിസ്സാരമായിരിക്കും. ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഭയങ്കര ലക്ഷറി ഫീൽ ആയിരിക്കും. ബൈ ദ വേ നമ്മുടെ കറി തേടുണ്ട്. സോ അമ്പുവിനെ നമ്മൾ കൊടുത്തു ആൾറെഡി, അല്ലെങ്കിൽ അവ സമ്മതിക്കത്തില്ല. ആന കുട്ടിയാന വരുന്നു. അതെ, നമ്മൾ ചോറ് ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്, വെജിറ്റബിൾസ്. പ്ലേറ്റ് കാണാൻ തന്നെ എന്താ അടിപൊളിയാ നോക്കുക ഗൈസ്. സെറ്റ് കേട്ടോ. ലെമൺ സ്ക്വീസ് ചെയ്യണം. വേണ്ട, ഇതൊക്കെ ഇത് തന്നെ ഇച്ചിരി ഓവറാ. ലെമൺ തിന്നൂടെ ഇതിന്റെ കൂടെ, അതുകൊണ്ടാണ് ഞാൻ. ലെമൺ വേണ്ട. ഇതിപ്പോ എവിടുന്ന് തുടങ്ങണം? ഇതിന് ക്വാണ്ടിറ്റി ഞാൻ കുറച്ച് ചാറ് ഒഴിക്കട്ടെ ഗൈസ്. മുകളിലോട്ട് ചാറ് കോരാൻ പറ്റിയ തവി വേറെ എടുത്തോണ്ട് തരാം. ഈ പൂന്തോട്ടം എനിക്ക് കുളവാക്കാൻ തോന്നുന്നില്ല, പക്ഷെ കുളവാക്കി കഴിച്ചേ പറ്റൂ. ചോറ് അങ്ങോട്ട് ആദ്യം ഇറക്കാം. ബസുമതി റൈസ്, എനിക്ക് ഇതാണ് ഇഷ്ടം. ഇതും മറ്റേ ചോറും ഇഷ്ടമോ, നമ്മുടെ ചെമ്പാവരി ഇഷ്ടം. സദ്യ കഴിക്കാം. നമുക്ക് ഗ്രേവിയുടെയും ആ ഒരു ഫ്ലേവർ നോക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കത് കഴിച്ചു നോക്കാം. മണം കഴി സത്യം. അടിപൊളി സെറ്റപ്പ് ഗൈസ്. ഞാൻ അമ്പൂട്ടിന് കൊടുത്തപ്പോ ചെറുതായിട്ടൊന്ന് നക്കിയായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടു. മീൻ എടുക്കാം. മീൻ എടുക്കാൻ എളുപ്പമാ.
സെല്ലിന്ന് ഇതേ ഫുള്ളായിട്ട് വിട്ടു നോക്ക്. അയ്യോ ഇത്രയും മീറ്റ് ഉണ്ട് ഗൈസ്. നമുക്ക് ഈ ചാറിനകത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് മുക്കി കുറച്ച് ചാറ് ഇങ്ങനെ അങ്ങോട്ട് കടിച്ചോ. സ്റ്റെപ്പ് ടേസ്റ്റ് വെച്ച് എല്ലാം കൂടി ഒരു പിടി ഇങ്ങോട്ട് പിടിച്ച് ഈ ഇല അങ്ങോട്ട് വെച്ചേ. കുറച്ച് ചോറും വെച്ചിട്ടേ ഒരു കുക്കുംബറും വെച്ച് എന്റെ തക്കാളി എടുക്കാം. തക്കാളിയും വെച്ച് കുറച്ച് ചാറ് ഒഴിച്ച് അതിന്റെ മണ്ടയിൽ അത് വെച്ചില്ല കഷ്ണം വേണേ കുറച്ച് വെക്കാം. ഇവിടെ ഉണ്ട്. എന്നിട്ട് ഈ ഇല എല്ലാം കൂടി അങ്ങ് പൊതിയണം. വാടാ. അയ്യോ എന്നിട്ട് ഫുള്ളായിട്ട് നമ്മളെ അമ്പൂട്ടനെ പട്ടാളത്തിൽ വിടാൻ പോവാട്ടോ. എഴഞ്ഞെഴിഞ്ഞപ്പോ ഇപ്പം കിടന്നെഴയാൻ തുടങ്ങി. നോക്കട്ടെ ആണെന്ന് എനിക്ക് ഷെല്ല് അങ്ങോട്ട് കളയാൻ മനസ്സില്ല. എന്റെ ഷെല്ലിന് ഊരിഞ്ഞ് വന്ന്. അടിപൊളിയാണ് ഗൈസ്. കളി ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. നമ്മുടെ പ്രോൺസ് കിടിലുമായിട്ട് വെച്ചു കേട്ടോ. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. അമ്പൂട്ടനും ജോയിൻ ചെയ്തിട്ടുണ്ട്. അവൻ ഫുഡ് നേരത്തെ കഴിച്ചെങ്കിലും നമ്മുടെ കൂടെ സ്പൈസി ഉണ്ട്. നമുക്ക് കുഴപ്പമില്ല. അവന് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം ഗൈസ്. അപ്പം ഫുഡൊക്കെ കഴിച്ചു. നൈസ് ഡേ. സൂപ്പർ ഫുഡ് ഗൈസ്. അപ്പം അതിന്റെ പേര് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വഴി കാണുന്നവരേ ബൈ.